വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ജ്ഞാനം പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളിലെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നു പോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും ഞാനും തള്ളിപ്പറയും. ഇന്ന് തിരുസഭ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ മനുഷ്യനെ മാനിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മെ മാനിക്കും. നമുക്ക് ദൈവത്തിന് മുമ്പിൽ വിലയുണ്ട്. രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ കർത്താവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി. മനുഷ്യൻ്റെ ശരീരത്തിനല്ല പ്രാധാന്യം, ആത്മാവിനാണ്. കർത്താവിൻ്റെ അറിവ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മോടൊപ്പമുണ്ട്. ആ ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.